ഓക്കെ. പ്രിയ ദൈവമക്കളെ, നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ ചിന്തിച്ചത് മടങ്ങി വന്ന മകനെക്കുറിച്ചാണ്. പക്ഷേ രണ്ടാമത്തെ പാർട്ടിലും അതിൻ്റെ തുടർച്ചയായിട്ട് നമുക്ക് നോക്കാം. നമ്മുടെ ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരാളെ നമ്മൾ കാണുന്നുണ്ട്. ഓക്കെ, ഈ ഉൽപ്പത്തി 31 വാക്യമുണ്ട്. അവിടെ പറയുക, ആകയാൽ നീ എഴുന്നേറ്റ് ഈ ദേശം വിട്ട് നിൻ്റെ ജന്മദേശത്തിലേക്ക് മടങ്ങിപ്പോകുക എന്ന് കൽപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഇത് യാക്കോബിനോട് ദൈവം പറയുന്ന ഒരു അരുളപ്പാടാണ് കേട്ടോ. നീ എന്ത് ചെയ്യണം? നിൻ്റെ സ്വന്തം ജന്മദേശത്തിലേക്ക് പോകാൻ വേണ്ടി പറയുക. അപ്പം യാക്കോബ് ഇപ്പോൾ എവിടെയാണ്? യാക്കോബ് ഇപ്പോൾ ജന്മദേശത്തിലല്ല, യാക്കോബ് വേറെ എവിടെയോ ആണ്. അതുകൊണ്ടാണല്ലോ ദൈവം അവനോട് പറയുന്നത്, നീ മടങ്ങി പോകാൻ വേണ്ടി പറയുന്നത്. അപ്പോൾ ഈ വചനം വായിക്കുമ്പോൾ നമുക്കതിൻ്റെ ഹിസ്റ്ററിയൊക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അതിൻ്റെ ഉൽപ്പത്തി 25-23 പറയുക, 2 കുട്ടികളും, അതായത് ഇസഹാക്കിന് റിബേക്കയ്ക്കും 2 മക്കളുണ്ട്. ആരൊക്കെയാണ്? യാക്കോബും ഏശാവും. ഈ യാക്കോബും ഏശാവും അമ്മയുടെ ഗർഭപാത്രത്തിൽ, അതായത് ഉദരത്തിൽ ഉരുവായ സമയം തൊട്ടേ ഇവർ തമ്മിൽ പ്രശ്നം തുടങ്ങി കേട്ടോ. അപ്പോൾ ഈ അമ്മയ്ക്ക് വേദന സഹിക്കാൻ പറ്റാത്ത കാരണം ദൈവത്തോട് പോയി ചോദിച്ചു, അയ്യോ ദൈവമേ, ഇപ്പോഴേ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, എന്താണ് എൻ്റെ വയറ്റിൽ നടക്കുന്നത്, എന്താണ് പ്രശ്നമെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ ദൈവം പറയും, മോളെ, ഇത് വാഗ്ദത്ത സന്തതി അതിനകത്തൊരെണ്ണമുണ്ട്. അവൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാമോ? മൂത്തവൻ ഇളയവനെ സേവിക്കും, അവൻ അനുഗ്രഹിക്കപ്പെട്ടവനാകും എന്നൊക്കെയുള്ള വാഗ്ദത്തം കൊടുക്കുക. മോൻ വയറ്റിൽ കിടക്കുന്നതേ ഉള്ളൂ, യാക്കോബ് വയറ്റിൽ കിടക്കുന്നതേ ഉള്ളൂ. പക്ഷേ ദൈവം എന്ത് ചെയ്തു? അവൻ വയറ്റിലായിരുന്നപ്പോൾ തന്നെ, അമ്മയുടെ ഉദരത്തിലായിരുന്നപ്പോൾ തന്നെ അനുഗ്രഹം കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ 27 വാക്യത്തിലോട്ട് വരുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് കാണാം. അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ? ഇത് വാഗ്ദത്ത സന്തതിയൊക്കെ ജനിച്ചു കഴിഞ്ഞ് അനുഗ്രഹം കിട്ടിയവനാണ് അവൻ. എന്താണ്, ഒരുപാട് പ്രോമിസസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ജനിക്കുന്നതിന് മുന്നേ പ്രോമിസ് കിട്ടി. അത് കഴിഞ്ഞ് ഭൂമിയിൽ ജനിച്ച് കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചെന്ന് അറിയാമോ? അമ്മയ്ക്ക് മോനോട് ഭയങ്കര സ്നേഹമാണ്, ഇളയ മോനോട്, യാക്കോബിനോട്. അപ്പൻ എന്താണ്? മൂത്ത മോനോടാണ് ഇഷ്ടം. കാരണം അപ്പന് നല്ല രുചികരമായ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് ഏശാവാണ്. അവൻ പുറത്ത് നായാട്ടിനൊക്കെ പോയിട്ട് നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി അപ്പന് കൊടുക്കും. അപ്പോൾ അപ്പന് കണ്ണ് കാണുന്നില്ല. അപ്പോൾ അപ്പൻ ഒരു ദിവസം പറഞ്ഞു, മോനെ ഒരു കാര്യം ചെയ്യും, മോനെ ഏശാവേ, നീ പുറത്ത് പോയിട്ട് നല്ല ഫുഡൊക്കെ, നായാട്ടിന് പോയിട്ട് നല്ലൊരു മൃഗത്തെ പിടിച്ചുകൊണ്ട് വന്ന്, ഒരു കുഞ്ഞാടിനെ പിടിച്ചുകൊണ്ട് വന്നിട്ട് നല്ല രുചികരമായ ഫുഡൊക്കെ ഉണ്ടാക്കി താ, ഞാൻ മരിക്കാൻ പോവാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ മരിക്കുന്നതിന് മുന്നേ എല്ലാ അനുഗ്രഹങ്ങളും നിനക്ക് തന്നിട്ട് മരിക്കണമെന്നാണ് അപ്പൻ്റെ ആഗ്രഹം. പക്ഷേ ഇതൊക്കെ മറഞ്ഞു നിന്ന് കേട്ട അമ്മ എന്ത് വിചാരിച്ചു? അമ്മ നോക്കുമ്പോൾ യാക്കോബിനോടാണ് അമ്മയ്ക്ക് സ്നേഹം കൂടുതലെങ്കിലും അമ്മയ്ക്കറിയാം യാക്കോബ് ഒരു അനുഗ്രഹിക്കപ്പെട്ടവനാണെന്ന്, അമ്മയുടെ ഉദരത്തിൽ ഇരിക്കുമ്പോൾ തന്നെ അനുഗ്രഹിക്കപ്പെട്ടവനാണെന്ന് അമ്മയ്ക്കറിയാം. അതുകൊണ്ട് എന്ത് ചെയ്തു എന്നറിയാമോ? അമ്മ പറഞ്ഞു, മോനെ, നീ പോയി അനുഗ്രഹങ്ങളെല്ലാം വാങ്ങിക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഉൽപ്പത്തി പുസ്തകം 27 മുതൽ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഇസഹാക്ക് എന്ത് ചെയ്തു? യാക്കോബിനെയാണ് അനുഗ്രഹിക്കുന്നത്. ഏശാവിനാണ് അനുഗ്രഹം കൊടുക്കാൻ വേണ്ടി ഇസഹാക്ക് വിചാരിച്ചത്. പക്ഷേ ഈ അമ്മയും മോനും കൂടെ ഇടയ്ക്ക് കയറിയൊരു ഡ്രാമയൊക്കെ കളിച്ചിട്ട് എന്ത് ചെയ്തു എന്നറിയാമോ? എല്ലാ അനുഗ്രഹവും യാക്കോബിന് കിട്ടി. അപ്പോൾ അവിടെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, എൻ്റെ പൊന്ന് ദൈവമേ, എന്തോ ഒരു അനുഗ്രഹങ്ങളാണെന്നറിയാം യാക്കോബിന് കിട്ടിയത്. പക്ഷെ പാവം പിടിച്ച ഏശാവിൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. പാവം പിടിച്ചവൻ എന്താണെന്നറിയാമോ? നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി അപ്പൻ്റെ അടുത്ത് വന്നപ്പോഴത്തേക്ക് എല്ലാ അനുഗ്രഹമായിട്ട് ഇളയവൻ എന്ത് ചെയ്തു? അവിടുന്ന് മുങ്ങി. പിന്നെ അത് കഴിയുമ്പോൾ എന്താ സംഭവിച്ചേ അറിയാം. ഏശാവ് എന്ത് ചെയ്തു? ഭയങ്കര ദേഷ്യമായി. എൻ്റെ സഹോദരനെ എല്ലാം വഞ്ചിച്ചുകൊണ്ട് പോയല്ലോ എന്ന് ഓർത്തിട്ട് അവന് ഭയങ്കര ദേഷ്യവും സ്വന്തം സഹോദരനോട് വെറുപ്പും ഒക്കെ ആയപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായി, ഇനി ഇളയ മോനെ ഇവിടെ നിർത്തിക്കഴിഞ്ഞാൽ, യാക്കോബിനെ ഇവിടെ നിർത്തിക്കഴിഞ്ഞാൽ അവനെ ചിലപ്പം മൂത്തവൻ കൊല്ലുമെന്ന് മനസ്സിലാക്കിയപ്പോൾ അവനോട് പറഞ്ഞു, മോനെ, നീ പെട്ടെന്ന് പെട്ടിയൊക്കെ പാക്ക് ചെയ്തു, നീ ഒരു കാര്യം ചെയ്യും, നീ ലാബാൻ്റെ വീട്ടിൽ പോ, എൻ്റെ സഹോദരൻ്റെ വീട്ടിൽ പോയി കുറച്ച് നാൾ നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ അവൻ ലാബാൻ്റെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഉൽപ്പത്തി പുസ്തകം 28-13-14 പറയുകയാണ്, യാക്കോബിന് എന്ത് കിട്ടി? ഒരു ദർശനം അല്ലെങ്കിൽ ഒരു സ്വപ്നം കിട്ടി. ആ സ്വപ്നത്തിലും ദൈവം എന്ത് പറയുക? യാക്കോബിനെ അനുഗ്രഹിക്കുക വീണ്ടും. ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, എൻ്റെ ദൈവമേ, അവൻ ജനിക്കുന്നതിന് മുന്നേ അവൻ അനുഗ്രഹം കിട്ടി. അപ്പൻ്റെ കയ്യിലുള്ള അനുഗ്രഹങ്ങളെല്ലാം വാങ്ങിച്ചുകൊണ്ട് വീണ്ടും ലാബാൻ്റെ വീട്ടിലോട്ട് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും ദൈവം അവനെ വീണ്ടും പോകുന്ന വഴിയിലും അനുഗ്രഹിച്ചാണ് വിടുന്നത് കേട്ടോ. അനുഗ്രഹിച്ച് വിടുക. അങ്ങനെ അവസാനം അവൻ ലാബാൻ്റെ വീട്ടിൽ വന്ന് കയറി. അവിടെ ചെന്നപ്പോഴത്തേക്ക് യാക്കോബിന് എന്താ പറ്റിയേ? ലാബാൻ്റെ 2 പെൺമക്കളെയും അവൻ്റെ ആടുകളെയൊക്കെ കണ്ടപ്പോഴത്തേക്ക് യാക്കോബിൻ്റെ സ്വഭാവം മാറി.
പിന്നെ ഭൗതിക നന്മകളൊക്കെ കണ്ട് ലാബാൻ്റെ രണ്ടും പെൺമക്കൾക്കും വേണ്ടി അവൻ എത്ര വർഷം, ഏകദേശം 14 വർഷത്തോളം ഈ പെൺകുട്ടികൾക്ക് വേണ്ടി അവൻ അമ്മായിയപ്പനെ സേവ ചെയ്തു. അവൻ്റെ ഒരു ദാസനെ പോലെ ഇങ്ങനെ നിൽക്കുക. ഓക്കെ, 2 പെൺമക്കൾക്ക് വേണ്ടിയിട്ട്. പിന്നെ അത് കഴിഞ്ഞ് അവൻ്റെ ആടുമാടുകൾക്ക് വേണ്ടിയും കൂടെ നിന്നു. അങ്ങനെ മൊത്തം 20 വർഷം യാക്കോബ് എന്തായി തീർന്നു? ലാബാൻ്റെ വീട്ടിൽ ഇങ്ങനെ കറങ്ങി കറങ്ങി ഇങ്ങനെ നിൽക്കുക. ഇപ്പം നിങ്ങൾ യാക്കോബിനോടൊന്ന് ചോദിച്ചു നോക്കിക്കേ, യാക്കോബേ നീ ആരായിരുന്നു? നിനക്ക് എത്ര അനുഗ്രഹങ്ങൾ കിട്ടിയതാ? നിനക്ക് നിൻ്റെ അപ്പൻ്റെ അനുഗ്രഹം കിട്ടിയതല്ലേ? നിനക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടിയതല്ലേ? നീ ജനിക്കുന്നതിന് മുന്നേ ദൈവത്തിന് അനുഗ്രഹം കിട്ടിയതല്ലേ? അതും പോരാഞ്ഞിട്ട് നീ ലാബാൻ്റെ വീട്ടിലോട്ട് വരുന്ന വഴിയിലും നിനക്ക് അനുഗ്രഹം കിട്ടിയതല്ലേ? പക്ഷെ ഇപ്പം നിൻ്റെ അവസ്ഥ എന്താ? നീ ഇപ്പം ലാബാൻ്റെ വീട്ടിൽ ഇങ്ങനെ നിൽക്കുക. നിനക്ക് തിരിച്ചു പോകാൻ പറ്റുന്നുണ്ടോ? പക്ഷേ യാക്കോബേ, നീ ഒരു തീരുമാനം എടുത്ത് നീ ഏശാവിനോട് നിരപ്പ് പ്രാപിച്ച് അറിയാം, ഏശാവ് നിന്നെ കൊല്ലുമെന്നറിയാം. പക്ഷെ നീ ഒരു തീരുമാനം എടുത്ത് ഏശാവിനോട് നിരപ്പ് പ്രാപിച്ചിട്ട് നിൻ്റെ അപ്പൻ്റെ വീട്ടിലോട്ട് മടങ്ങി പോകാൻ വേണ്ടിയിട്ട് പല തവണ ദൂതൻ ആഹ്വാനം ചെയ്തിട്ടും യാക്കോബ് എന്ത് ചെയ്തു? അതൊന്നും അനുസരിച്ചില്ല. അവന് പേടിയാണ്. കാരണം മരണഭയം പലപ്പോഴും നമ്മുടെ ജീവിതത്തിലുള്ളൊരു കാര്യമാണ്. പലതും നമുക്ക് ചെയ്യണമെന്നുണ്ട്, പക്ഷെ മരണഭയം കാരണം ഒന്നും അങ്ങോട്ട് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലേ? അതുപോലെ യാക്കോബിന് മരണഭയം കാരണം, കൊല്ലുമെന്നുള്ള പേടി കാരണം എന്ത് ചെയ്തു? യാക്കോബ് ഇങ്ങനെ മടിച്ച് ഇങ്ങനെ നിൽക്കുക. യാക്കോബ് നോക്കിയപ്പം കുഴപ്പമില്ല, കുറച്ച് നാളും കൂടി ഇവിടെ നിൽക്കാം, കുറച്ച് നാളും കൂടെ ആടിനെയൊക്കെ നോക്കാം, കുറച്ച് ഭൗതിക നന്മകളൊക്കെ കിട്ടുമല്ലോ. അങ്ങനെ നിന്ന് ലാസ്റ്റ് എന്ത് ചെയ്തെന്നറിയാമോ? ദൈവം പറഞ്ഞത് കാര്യമാണ്, നീ എഴുന്നേറ്റ് നീ എന്ത് ചെയ്യണം? മടങ്ങിപ്പോയേ പറ്റത്തുള്ളൂ മോനെ. നീ ഇവിടെ നിന്നിട്ട് കാര്യമില്ല. നിൻ്റെ അനുഗ്രഹങ്ങൾ, നിൻ്റെ വാഗ്ദത്തങ്ങളൊക്കെ നീ പ്രാപിക്കണമെങ്കിൽ നീ മടങ്ങിപ്പോകാൻ പറയുക. അങ്ങനെ യാക്കോബ് എന്ത് ചെയ്തു? മടങ്ങിപ്പോകുന്ന വഴിയിൽ നമുക്ക് കാണാം, അവിടെ കാണുന്നത് എന്താണെന്നറിയാമോ? മടങ്ങിപ്പോകുന്ന വഴിയിൽ ദൈവം അവനോട് വീണ്ടും സംസാരിക്കുന്നുണ്ട്. അങ്ങനെ അവിടെ വെച്ച് മടങ്ങിപ്പോകുന്ന വഴിയിൽ, യെരുശലേമിലേക്ക് പോകുന്ന വഴിയിൽ ദൂതനുമായിട്ട് മല്ല് പിടിച്ച് ദൂതൻ്റെ കയ്യിൽ നിന്നും അനുഗ്രഹം വാങ്ങി. അപ്പം അത്രയും നാളും യാക്കോബ് ആരാണെന്നറിയാമോ? മറ്റുള്ളവരെ ചതിക്കുകയൊക്കെ ചെയ്യുന്ന, ഉപായമൊക്കെ കാണിക്കുന്ന കുറച്ച് പരിപാടികളൊക്കെ ഉള്ള ഒരു ഉപായിയായിരുന്നു യാക്കോബ്. പക്ഷേ അന്ന് മടങ്ങിപ്പോകുന്ന വഴിയിൽ എന്ത് ചെയ്തെന്നറിയാമോ? ദൂതൻ പറഞ്ഞു, നീ ഒരു ഉപായം കാണിക്കുകയും നീ കുറച്ച് ഇതൊക്കെ കള്ളത്തരങ്ങളൊക്കെ ഉള്ള ഒരാളായതുകൊണ്ട് നീ ഇനി യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്നറിയപ്പെടുമെന്ന് പറഞ്ഞ് അവനെ അനുഗ്രഹിച്ച് അവനെ വീണ്ടും മടക്കി അയച്ചു കേട്ടോ. അവൻ്റെ സ്വന്തം ദേശത്തേക്ക്, അവൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് മടക്കി അയച്ചു. നിങ്ങളൊന്ന് നോക്കണം, അവിടെ യാക്കോബ് മടങ്ങി വന്ന സമയത്ത് യാക്കോബും ഏശാവും തമ്മിൽ നിരപ്പ് പ്രാപിച്ചു കേട്ടോ. അവർ മടങ്ങി വന്ന ശേഷമാണ് ഇസഹാക്ക് മരിച്ചത്. അതുവരെ ഇസഹാക്ക് ജീവനോടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ആലോചിക്കണം, ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എത്ര വർഷം താമസിച്ചാലും ഇസഹാക്ക് ഇപ്പം മരിച്ചു പോകുമെന്ന് പറഞ്ഞിട്ട് അനുഗ്രഹം കൊടുത്ത മനുഷ്യനാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, ഏകദേശം 20 വർഷം യാക്കോബ് ലാബാൻ്റെ വീട്ടിലായിരുന്നു. അതുവരെയും ഇസഹാക്ക് മരിച്ചിട്ടില്ല. ചില വാഗ്ദത്തങ്ങൾ, ചില അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എത്ര താമസിച്ചാലും ഉണ്ടല്ലോ, നമ്മൾ എത്ര താമസിച്ചാലും, നമ്മൾ എവിടെയൊക്കെ കറങ്ങി നിന്നാലും നമ്മൾ മടങ്ങി വന്നാലേ ചിലതൊക്കെ നടക്കത്തുള്ളൂ കേട്ടോ. ചില അനുഗ്രഹങ്ങൾ ലഭിക്കണമെങ്കിൽ, ചില അനുഗ്രഹങ്ങൾ എന്ത് ചെയ്യുന്നറിയാമോ? നമ്മൾ മടങ്ങി വന്നാലേ ലഭിക്കത്തുള്ളൂ. അതായത് പിതാവിനെ കൊല്ലുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്, നേരത്തെ അപ്പം മരിക്കേണ്ടതായിരുന്നു. പക്ഷെ മടങ്ങി വന്ന ശേഷമാണ് എന്ത് ചെയ്തത്? പിതാവ് മരിച്ചതും ഇസഹാക്ക് മരിച്ചതും അതുപോലെ തന്നെ അവർ 2 പേരും കൂടെ ചേർന്നാണ് പിതാവിനെ അടക്കം ചെയ്തതും. അപ്പം ഈ പഴയ മനുഷ്യനായ ഉപായവും സൂത്രപ്പണികളും ഒക്കെ ഉള്ള ഈ യാക്കോബ് എന്താണ്? ഇപ്പം ആരാണ്? ഇപ്പം ഇസ്രായേലാണ്. അപ്പോൾ അവൻ്റെ ജീവിതത്തിൽ മുടങ്ങിപ്പോയ, അവൻ്റെ ജീവിതത്തിൽ സ്റ്റക്കായിപ്പോയ പല വാഗ്ദത്തങ്ങളും നിറവേറാൻ കാരണം എന്താണ് കാരണം? അവൻ്റെ ജീവിതത്തിൽ പല വാഗ്ദത്തങ്ങളും നിറവേറാനുള്ള കാരണം അവൻ മടങ്ങി വന്നതുകൊണ്ടാണ്. അവൻ്റെ ജീവിതത്തിൽ യാക്കോബ് എന്ത് ചെയ്തു? തൻ്റെ സ്വന്തം ഭവനത്തിലേക്ക്, തൻ്റെ അപ്പൻ്റെ അടുത്തേക്ക് മടങ്ങി വന്നപ്പോൾ എന്ത് ചെയ്തെന്നറിയാമോ? അവൻ്റെ ജീവിതത്തിൽ നിന്ന് പോയ, അതായത് ഒരിക്കലും സാധ്യതയില്ലാതെ ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്, എല്ലാ വാഗ്ദത്തങ്ങളും ഉണ്ട്. പക്ഷെ എന്താ പ്രശ്നമെന്നറിയാമോ? പലപ്പോഴും നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ ഇത്ര വാഗ്ദത്തങ്ങളുണ്ട്, നമ്മൾ ഇത്രയും അനുഗ്രഹങ്ങളൊക്കെ പ്രാപിച്ചതാണ്, ഒരുപാട് ദേവദാസന്മാർ നമ്മുടെ തലയിൽ കൈവച്ച് പ്രവചനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്താ പ്രശ്നമെന്നറിയാമോ? നമുക്ക് മടങ്ങി വരാൻ പറ്റുന്നില്ല.